നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ജൂലൈ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ന്യൂനമർദ്ദം അതിവേഗം തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 4 ദിവസം വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതനുസരിച്ച് ഇന്ന് ജൂലൈ 15, നാളെ 16, മറ്റന്നാൾ 17, ഒപ്പം 18 തീയതികളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 16-ാം തീയതി ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 17-ാം തീയതി ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും 18-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, AI ക്യാമറയിൽ ഉൾപ്പെടെ കുടുങ്ങി പല തവണ പിഴ കിട്ടിയിട്ടും അടയ്ക്കാതെ അതേ വാഹനത്തിൽ തന്നെ സവാരി നടത്തുന്നവരെ പൂട്ടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ്. നിയമലംഘനവും പിഴയടയ്ക്കാതിരിക്കലും ശീലമാക്കിയവരുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കും. പിഴപ്പലിശ സഹിതം അടച്ചു തീർത്ത് നിയമ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അതുവരെ വാഹനം സൂക്ഷിച്ചതിൻ്റെ വാടക കൂടി ഈടാക്കുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസ് വളപ്പുകളിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുകളിലും വാഹനങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥലപരിമിതി അത് മറികടക്കാനായിട്ട് ഇപ്പോൾ സ്വകാര്യ കേന്ദ്രങ്ങളിലായിരിക്കും വാഹനങ്ങൾ സൂക്ഷിക്കുക. പിഴ വകുപ്പിനും വാടക സ്വകാര്യ സംരംഭകരും ലഭിക്കും. തിരുവനന്തപുരത്ത് ഇഞ്ചക്കല്ലിൽ KSRTCയുടെ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തത് തടസ്സമായിരുന്നു. പെർമിറ്റും ഫിറ്റ്നസ്സും ഇല്ലാത്ത ഓട്ടോറിക്ഷകളും സാങ്കേതിക പോരായ്മയുള്ള സ്വകാര്യ ബസ്സുകളും ടാക്സി കാറുകളും നിരത്തിലുണ്ട്. സൂക്ഷിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ ഉടൻ ഇവയും പിടിച്ചെടുക്കപ്പെടുന്നതായിരിക്കും. അമിതഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ ഒടുക്കിയില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കും. ഇതോടെ പിഴയും അതോടൊപ്പം തന്നെ നികുതി കുടിശ്ശികയും ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ OBC അതോടൊപ്പം തന്നെ EBC വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ നടക്കുകയാണ്. അതായത് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം 31-ാം തീയതി വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഗ്രാൻഡ് പോർട്ടൽ വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ വയ്ക്കാനുള്ള അവസരമുണ്ട്. PMSC എന്ന് പറയുന്ന സ്കീമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭിക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് എത്രയും വേഗം തന്നെ അപേക്ഷകൾ വയ്ക്കുക. ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്നവർക്കും CA, CMCS തുടങ്ങിയ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 25-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. എന്നാൽ അതിനു മുൻപ് തന്നെ നമ്മൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ സമയം വരെയൊക്കെ നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. ഈ സമയത്ത് അനുവദിക്കുന്ന ഓരോ പെൻഷനും മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. എങ്കിൽ പോലും പരമാവധി നേരത്തെയൊക്കെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ആധാറുമായിട്ട് അക്ഷയ സെൻറ്ററിൽ എത്തിയാണ് നിങ്ങൾ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇനി കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. ഒപ്പം നമ്മുടെ അഡ്രസ്സ്, ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് കൂടി ചേർത്ത് നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പൊതുവിപണിയിൽ വെളിച്ചെണ്ണയുടെ വില ഉൾപ്പെടെ കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ ഉഴുന്നിനും മറ്റ് ധാന്യങ്ങൾക്കും അരി ഉൾപ്പെടെ വില കുതിച്ചു വരികയാണ്. അപ്പോൾ ഈ സമയത്താണ് എല്ലാ റേഷൻ കാർഡുകൾക്കും സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം ഇപ്പോൾ നടക്കുന്നത്. പരമാവധി സ്റ്റോക്കുകൾ ഇപ്പോൾ വിവിധ മേഖലകളിലൊക്കെ തന്നെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ആദ്യം എത്തി ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വളരെ വേഗം തന്നെ തീർന്നു പോകുന്ന ഉൽപ്പന്നങ്ങളാണിവ. അതുമാത്രമല്ല, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ 1 ലിറ്ററിന് 330 രൂപയോളം മാത്രമേ ഉള്ളൂ. അതുപോലെ സബ്സിഡി നിരക്കിലുള്ള 1/2 ലിറ്ററും ബാക്കി 1/2 ലിറ്റർ നോൺ സബ്സിഡിയിലും ഈ രീതിയിലാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഉഴുന്ന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഒപ്പം മല്ലി, മുളക് പോലെയുള്ള മറ്റ് അവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ജയ അരി, കുറുവ അരി, മട്ടയരി ഇത് 33 രൂപ നിരക്കിൽ 8 കിലോ വരെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ 2 കിലോ പച്ചരിയും നമുക്ക് വാങ്ങുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. മൊത്തത്തിൽ 10 കിലോയോളം അരി അത് നമുക്ക് ഇത്തരത്തിൽ സപ്ലൈകോ വഴി വാങ്ങാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണം, വെള്ളി നിരക്കുകൾ കുതിച്ചുയരുകയാണ്.
ജൂലൈ 14 തീയതി തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപ കൂടി 9,155 രൂപയിലും പവന് 120 രൂപ കൂടി 73,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.